വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. നമ്മുടെ പെറ്റ്സിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എന്നൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ പെറ്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അന്നത്തെ ദിവസം ഫുള്ളൊന്ന് ഒബ്സർവ് ചെയ്യണം. ഈ ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് നേരം ഇത്തിരി ക്രൂഷ്യലാണ്. ആ സമയത്ത് അവർ നടക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൈയോ കാലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, കാല് കുത്താതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് ഉടനെ അഡ്രസ്സ് ചെയ്യണം. എന്തെങ്കിലും ഒരു കോട്ടൺ ഇതുപോലെ പൗഡോൺ അയഡിനിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടാണെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കയ്യോ കാലോ കുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒബ്സർവ് ചെയ്തിട്ട് ഇത് എന്തോരം ഉണ്ട് എന്ന് നോക്കിയിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് അവർ ഗ്രൗൾ ചെയ്യോ അല്ലെങ്കിൽ കടിക്കാൻ വരുന്ന പോലെ ഒരു പ്രവണത കാണുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കൂടെ അവരെ ലീവ് ദം അലോൺ, എന്നിട്ട് പിന്നെ ഒന്നും കൂടെ പതുക്കെ എന്തെങ്കിലും ട്രീറ്റ് ഒക്കെ കൊടുത്ത് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എവിടെയാണ് എന്തെങ്കിലും ഒരു മുറിവ് പോലെ ഉണ്ട്, അല്ലെങ്കിൽ കാല് കുത്താൻ വയ്യ, അല്ലെങ്കിൽ കൈ കുത്താൻ വയ്യ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് ഏരിയയിലേക്കാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് എന്ന് നോക്കാം. നെക്സ്റ്റ്, ഇനിയിപ്പോൾ ഒരു മുറിവുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് വെച്ച് ക്ലീൻ ചെയ്യും, അത് ക്ലീൻ ചെയ്യാൻ ഡോഗ് സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാറ്റ് സമ്മതിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവർ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ അധികം അവരെ ഹാൻഡിൽ ചെയ്യാതെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. കാരണം ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് പെയിൻ്റെ കൂടെ ആ ഒരു സ്ട്രെസ്സും കൂടെ വന്നിട്ട് അത് അവരെ ഡെട്രിമെൻ്റലായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഓടിപ്പോയി ഡെറ്റോൾ എടുക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. ചെറിയൊരു മുറിവ് നമ്മുടെ ദേഹത്തൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ ഡെറ്റോൾ എടുത്ത് ക്ലീൻ ചെയ്യുക. ഡെറ്റോൾ ആസ് സച്ച് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഫ്രഷ് വൂൺസിൽ. ചെറിയ മുറിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് വാഷ് ചെയ്യുക. പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ഈ ബെറ്റാഡിൻ അല്ലെങ്കിൽ പൊവിഡോൺ അയഡിൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ അത് എന്തോരം ഡീപ്പായിട്ടുള്ള വൂണ്ടാണ്, ചെറിയൊരു അബ്രേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രാച്ച് പോലെ അങ്ങനെയൊക്കെ ഉള്ളൂ എങ്കിൽ അത് നമ്മൾ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീൽ ആയിക്കോളും. ഡീപ്പ് വൂണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും വെറ്റിനറിയൻ്റെ അഡ്വൈസ് സീക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവം ചിലപ്പം കാണും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ഒരു ആനിമൽ ആണ് എന്നുള്ളൊരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. കാരണം അവർക്ക് പെയിൻ ഉള്ള സമയത്ത് അവർ നമ്മളുടെ അടുത്ത് സ്നേഹത്തോടെ ചിലപ്പോൾ പെരുമാറി എന്ന് വരില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്പേസ് കുറച്ച് നേരത്തേക്ക് കൊടുത്തിട്ട് നമ്മൾ പയ്യെ അവർ അപ്രോച്ച് ചെയ്യാൻ സേഫ് ആണ് എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് അവർക്ക് എവിടെയാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുക. ആദ്യം തന്നെ അവരെ ഒന്ന് കൺസോൾ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് അവർക്കൊരു ഐഡിയ പകർന്നു കൊടുക്കാം. പിന്നെ ഇതിനൊക്കെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ആനിമൽ ബൈറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യുന്നതോ അങ്ങനത്തെ വൂണ്ട്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും എത്ര ഷാലോ ആയിട്ടുള്ള വൂണ്ട് ആണെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ട് തന്നെ മുന്നോട്ട് പോവുക. കാരണം ചിലപ്പം അതിനെതിരെയുള്ള ഇഞ്ചെക്ഷൻസും അതിന് പ്രിക്കോഷൻസ് ആയിട്ടുള്ള മെഷേഴ്സും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ എടുക്കേണ്ടതായിരിക്കും. ജസ്റ്റ് ഒരു വൂണ്ട് ക്ലീനിങ്ങിനകത്ത് അത് നിൽക്കില്ല. അതുകൊണ്ട് എപ്പോഴും ആനിമൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറുടെ ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് മേക്ക് അവർ പെറ്റ്സ് ഹെൽത്തി ഓൾ ദ ടൈം.